ലബൂബു ലബൂബു ലബൂബു, എവിടെ നോക്കിയാൽ ലബൂബു. അപ്പം നമുക്കൊരു ലബൂബു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു സ്കുഷി ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലബൂബുവിൻ്റെ നമ്മുടെ സൈസ് എത്രയും വേണ്ട അതേപോലെ ഒന്ന് മടക്കുക. വലിയ ലബൂബു കൊണ്ടവർക്ക് വലിയ ലബൂബു, ചെറിയ ലബൂബു കൊണ്ടവർക്ക് ചെറിയ ലബൂബു കൊടുക്കുക. ഞാനിതാ ഇത്ര വലിപ്പമുള്ള സൈസുള്ള ലബൂബുവിനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആ പേപ്പർ മുറിച്ച് ലബൂബുവിനെയൊക്കെ സ്കെച്ച് എടുത്ത് അതേപോലെ തന്നെ മാർക്കർ വെച്ച് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കളർ അടിക്കണ്ടേ. കളർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിങ്ക് കളറും ഒരു സ്കിൻ കളറും ആയിട്ടുള്ളതാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ പിങ്ക് കളർ ലബൂബുവിനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പിങ്ക് കളർ ഒരു പിങ്ക് ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കണ്ടപ്പോൾ ഈ കളർ പിങ്ക് ആയിട്ടുള്ള ലബൂബുവിനെയാണ് ഏറ്റവും പിൻട്രസ്റ്റിലൊക്കെ കാണുന്നത്. ഇതേപോലൊരു സ്കിൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചെടുക്കുമ്പോൾ ഇത് ഒരു വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അധികം കാണുന്നൊന്നറിയില്ല. ഞാൻ പോയി അങ്ങനെ ഓരോ കളേഴ്സൊക്കെ വയലറ്റ് ആയിട്ട് ഈ രണ്ട് കളർ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കളറാക്കിയത്. പറയണോ പിങ്ക് എന്ന് പറയണോ ആകെ ഒരു ആശയക്കുഴപ്പത്തില്ല. അപ്പം എന്തായാലും നമുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോഴാണ് ഓർത്ത് മൂക്കിനും ചെവിയിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കെന്താ അതിനും കൂടി ഒന്ന് വേഗം പോയി കൊടുത്തിട്ട് വന്നാലോ. അപ്പോൾ അത് നമ്മൾ അതിനും കൂടിയും പോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴാണ് വേറൊരു പണി ഉണ്ടായത്. ഞാൻ വേറെ കളറാണ് കൊടുത്തത്. അപ്പോൾ അതാ ഒന്നും കൂടി ഒന്ന് ഞാൻ ആക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീതിയിൽ ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ടാപ്പാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ടാപ്പ് ഒട്ടിക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഔട്ട്ലൈൻ പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാർക്കർ വെച്ച് വരച്ചൊന്നു. ചെറിയ കത്രികൾ കൊടുക്കണേ കേട്ടോ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഈ ചെറിയ കത്രികയുള്ളൂ. നമ്മൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഒക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ മുറിച്ചെടുക്കുക. ഔട്ട്ലൈനൊക്കെ നല്ല വൃത്തിയിൽ വരയ്ക്കുക. എൻ്റെ അപ്പോൾ തട്ടിക്കൂട്ടാണ്. നിങ്ങൾ നല്ല വൃത്തിയിലൊക്കെ വരച്ച് ചെയ്യാമെന്നാ കേട്ടോ. നമ്മൾ ലബൂബുവിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്താ ഈ കളറ് ഞാൻ നേരത്തെ ഉണ്ടായില്ലേ, അതിൻ്റെ ഒരു വൃത്തിയിടലോ കിടക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം സൂം ചെയ്യാതെ ഇങ്ങനെ വെച്ചാൽ വലിയ കുഴപ്പമില്ല. നമുക്ക് ഇനി മറ്റേ പേപ്പറും കൂടി വെച്ച് ഒട്ടിക്കാം. ഇതിനായിട്ട് ഇതേപോലെ തന്നെ ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ 2 പേപ്പറാണ് കേട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ A4 ഷീറ്റ് മടക്കിയത് കേട്ടോ. ഒരേ സൈസ് തന്നെ വേണം കേട്ടോ. അതിന് ശേഷം നമുക്കിനി ടാപ്പ് ഒട്ടിക്കാൻ തുടങ്ങാം. ടാപ്പോ അതോ പശ എടുക്കാം കേട്ടോ. പശ എടുക്കുന്നവർക്ക് പശ എടുക്കാം, ടാപ്പ് എടുക്കുന്നവർക്ക് ടാപ്പ് എടുക്കാം. കൂടുതൽ ഇങ്ങനെ സ്കുഷി ആകുമ്പോൾ ടാപ്പാണ് കേട്ടോ നല്ലത്. നമുക്ക് ടാപ്പൊക്കെ തുറന്നിട്ട് നമുക്കിവിടെ ഒട്ടിക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ബോക്സ് പിന്നെ ട്രയാങ്കിൾ അങ്ങനത്തെ ഒക്കെ സ്കുഷീസ് ഉണ്ടാക്കുക. അതാണ് ടാപ്പ് ഒട്ടിക്കാൻ സുഖം. ഇങ്ങനത്തെ ഒക്കെ ആദ്യമായിട്ട് അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മടക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം മടക്കുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലം ഇങ്ങനെ ഇട കൊടുക്കണം. വേറെ ഒന്നുമല്ല, നമ്മളെ പഞ്ഞി കയറ്റണ്ടേ. നല്ല സൂപ്പർ കുറച്ച് പഞ്ഞിനിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ഞി ഇങ്ങനെ ആക്കാം. പഞ്ഞില്ലാത്തൊരു തുണിയോ അതുപോലെ ആവശ്യമില്ലാത്ത പേപ്പറൊക്കെ ആക്കുക. അതിനുശേഷം ഞാനൊരു വടി വെച്ച് ഇങ്ങനെ കുത്തി അത് തിരുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ നമ്മൾ പഞ്ഞിൻ്റെ ഉള്ളിൽ നല്ല സൂപ്പറായിട്ട് വയ്ക്കുക കേട്ടോ. പിന്നെ കുറച്ച് പിഷ്കൊക്കെ കാണിച്ച് കുറച്ച് ഇങ്ങനെ പിച്ച് ചീന്തിയിട്ടൊക്കെ വെക്കണ്ടുള്ളൂ കേട്ടോ. നമുക്ക് കൊത്തി അങ്ങനെ നിറയ്ക്കേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ സ്കുഷിക്കൊരു ആവശ്യത്തിനുള്ള ഒരു പാകത്തിനുള്ള അത് മതി കേട്ടോ. അല്ല കുറേ പഞ്ഞിറച്ച് ഇങ്ങനെ വീർത്ത ഒരു രസം ഉണ്ടാവും. ചിലർക്ക് രസമാവും, ചിലർക്ക് രസം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ലബൂബുവിന് ആവശ്യമുള്ളൊരു തടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിനുശേഷം അവിടെ നമ്മൾ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാപ്പ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഞാൻ മടക്കി കൊടുത്താൽ നമ്മൾ ആ സ്കുഷി ലബൂബു ഈസ് റെഡി. അപ്പോൾ അതാ നമ്മളെ 9 പല്ലുള്ള നമ്മുടെ സ്കുഷി കുട്ടൻ എത്തിയിട്ടുണ്ട്. അല്ല, നമ്മുടെ ലബൂബു കുട്ടൻ. അപ്പോൾ എനിക്കാണെങ്കിൽ സ്കുഷിനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്യുക നമ്മുടെ സ്കുഷി കുട്ടനെ.
അതേപോലെ ലബൂബ് ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് ഞാനൊരു ഷോർട്സും ഇടുന്നുണ്ട് കേട്ടോ. ബൈ.